എല്ലാ ബസ്സിലും നടപ്പിലാക്കാത്തതാണോ എതിർപ്പിൻ്റെ കാരണം? അല്ല, ഇത് നടപ്പിലാക്കുന്നത് KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു ഏർപ്പാടാണ് എന്നുള്ളതാണോ? ഇതിൽ വലിയ കൺഫ്യൂഷൻ. ഇത് രണ്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കി, ഇത് രണ്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എഴുതുന്നുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞാൽ ഇത് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓർഡിനറിയിൽ മാത്രമാക്കി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഫുൾ ഫോമിലല്ല അതിൻ്റെ ആരംഭം ഉണ്ടാവുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മറ്റ് ബസ്സുകൾ നടപ്പിലാക്കുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ നടപ്പിലാക്കും. എനിവേ, ഇത് അവരൊരു ഒരു പ്രോമിസ് മുന്നോട്ട് വെച്ചു. അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗം വളരെ പെട്ടെന്ന് തന്നെ അവർ നടപ്പാക്കാൻ നിൽക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഇല്ല എന്ന ഒരു മുടന്ത് ന്യായം പറഞ്ഞിട്ട് അതിനെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫീലിംഗ് മാത്രമേ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ അതിലൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ട്രേഡ് യൂണിയൻ, ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ, ഔദ്യോഗിക പ്രസ്താവന വല്ലതുകൊണ്ട് എനിക്കറിയില്ല, വ്യാപകമായി കണ്ടിട്ടുള്ളൊരു വിമർശനം. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനിൽ വിമർശനം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ തന്നെ തകർക്കുകയാണെന്നുള്ളതാണ്. ഈ സ്കീം, ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര നടത്തുന്ന ഈ സർക്കാർ പദ്ധതി KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവരുടെ നിലപാടെങ്കിൽ സൂപ്പർ ഫാസ്റ്റിലും കൂടെ എല്ലാ ബസ്സിലും ഇത് നടപ്പിലാക്കണം എന്നാണോ ആവശ്യപ്പെടേണ്ടത്? ഇത് പിൻവലിക്കണം എന്നല്ലേ ആവശ്യപ്പെടുന്നത്? അപ്പോൾ ഇന്ന് എതിർപ്പിൻ്റെ ഗ്രൗണ്ട് എന്താണ്? ഇതിനകത്തൊരു കൺഫ്യൂഷനുണ്ട്. എല്ലാ ബസ്സിലും നടപ്പിലാക്കാത്തതാണോ എതിർപ്പിൻ്റെ കാരണം? അല്ല, ഇത് നടപ്പിലാക്കുന്നത് KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു ഏർപ്പാടാണ് എന്നുള്ളതാണോ? ഇതിൽ വലിയ കൺഫ്യൂഷൻ. ഇത് രണ്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കി, ഇത് രണ്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എഴുതുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ എല്ലായിടത്തും നടപ്പിലാക്കണം എന്നുള്ളതാണെങ്കിൽ ഇത് പ്രസ്ഥാനത്തെ തകർക്കുന്ന പരിപാടിയാണ് എന്ന നിലപാട് മാറ്റണം. അപ്പോൾ എല്ലായിടത്തും നടപ്പിലാക്കണം എന്ന ആവശ്യം തന്നെ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇതിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ഉന്നയിക്കാമല്ലോ. ഇത് പോരാ, ഇത് നമുക്ക് എല്ലാ ബസ്സിലും നടപ്പിലാക്കണം എന്നൊരു ഡിമാൻഡ് ഇതിൻ്റെ ഉദ്ഘാടന യോഗത്തിൽ തന്നെ CPMൻ്റെ ഉത്തരവാദപ്പെട്ട പ്രതിനിധി പറയുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ സ്വീകാര്യത ലഭിക്കുകയാണ് ചെയ്യുക, കുറച്ചും കൂടെ ആക്സെപ്റ്റൻസ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് പ്രതിപക്ഷം ഇതിനകത്ത് എടുത്തിട്ടുള്ള പൊസിഷൻ ജനവിരുദ്ധമാണ്, ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുന്നതാണ്. BJP ആണ് ഏറ്റവും കൂടുതൽ പാളിയത്. അതേപോലെ തന്നെ മുഖ്യ പ്രതിപക്ഷങ്ങൾക്ക് CPMൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അബദ്ധം ആ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്.